എവരിവൺ, ഏവർക്കും നമസ്കാരം. ഐപ്ലസ് ട്രെയിനിങ് സൊല്യൂഷന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. കാറ്റഗറി കാറ്റഗറി 3 സബ്ജക്ട് മലയാളവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്ലാസ്സുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. പഠിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് സംഘകാല ജനജീവിതം. സംഘകാല സാഹിത്യവുമായി ബന്ധപ്പെട്ടിട്ട് ഐന്ത്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും അതേസമയം സംഘകാല ജനജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും, അതായത് സംഘകാല കവിതകളിൽ തെളിയുന്ന ജനജീവിതം, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് പദങ്ങള്, അതിന്റെ ആശയങ്ങള്, അതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ എപ്പോഴും പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് അല്ലെ. അപ്പൊ സംഘകാല ജനജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ട് എക്സാം ഓറിയന്റഡ് ആയിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ സംഘകാല ജനജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടോപ്പിക് ഡിസ്കഷൻ ഉണ്ട്, അതുപോലെ തന്നെ PYQ ഡിസ്കഷനും ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ക്ലാസ്സിലേക്ക് കടക്കാമല്ലോ. ഏതൊരു ടോപ്പിക് പഠിക്കുമ്പോഴും അതുമായി ബന്ധപ്പെട്ടിട്ട് എങ്ങനെയാണ് മുൻകാല ചോദ്യപേപ്പറുകളിൽ ചോദ്യം വന്നിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്, അതുപോലെ തന്നെ പഠിക്കേണ്ടതായിട്ടുമുണ്ട്. അപ്പോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന സംഘകാല ജനജീവിതവും എന്നുള്ള ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ട് മുൻകാല ചോദ്യപേപ്പറിൽ വന്നിട്ടുള്ള ഒരു ചോദ്യം നമുക്ക് നോക്കാം. ഏത് കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന വിവാഹ രീതികളാണ് കളവും കർപ്പവും? അപ്പൊ കളവും കർപ്പവും എന്നുള്ളത് വിവാഹ രീതികളാണ് എന്നുള്ള പോയിന്റ് നമുക്ക് ചോദ്യത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. എന്താണ് കളവും കർപ്പവും? സംഘകാല ജനജീവിതവുമായി ബന്ധപ്പെട്ടുള്ള വിവാഹ രീതികൾ ഏതൊക്കെ? രണ്ട് വിവാഹ രീതികളാണുള്ളത്, കളവ്, കർപ്പം. ഇപ്പൊ എന്താണ് കളവ്, എന്താണ് കർപ്പം എന്നുള്ളത് വഴിയേ പഠിക്കാം. ഈ ചോദ്യത്തിന്റെ ഉത്തരം എന്താ? സിമ്പിൾ ആയിട്ട് കാറ്ററ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എടുത്ത ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഏത് കാലഘട്ടത്തിൽ നിലവിലിരുന്ന വിവാഹ രീതികളാണ് കളവും കർപ്പവും? ഓപ്ഷൻ എ സംഘകാലത്ത്, ഓപ്ഷൻ ബി വൈദിക കാലത്ത്, ഓപ്ഷൻ സി ഗുപ്തകാലത്ത്, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. ഇപ്പൊ നമ്മൾ ടോപ്പിക് ഓൾറെഡി പറഞ്ഞത് കൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഉത്തരം കിട്ടിയിട്ടുണ്ടാകുമല്ലോ. നിലവിലിരുന്ന വിവാഹ രീതികളാണ് കളവും കർപ്പവും. കളവും കർപ്പവും എന്ന് വെച്ചാൽ എന്താണ്? സംഘകാലത്ത് നിലനിന്നിരുന്ന വിവാഹ രീതികളെയാണ് എന്ത് വിളിക്കുന്നത്? കളവെന്നും കർപ്പമെന്നും വിളിക്കുന്നത്. ജനജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, അവരുടെ വിവാഹ രീതികള്, അനുഷ്ഠാനങ്ങളും ആചാരങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പദങ്ങള്, അതുപോലെ തന്നെ അന്നത്തെ കാലത്ത് നിലവിലിരുന്ന സാമൂഹിക മര്യാദകള് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഒരു വിഭാഗത്തിൽ നിന്ന്, സംഘകാല ജനജീവിതം എന്നുള്ള ഒരു ടോപ്പിക്കിൽ നിന്ന് നമുക്ക് പ്രധാനമായിട്ടും ചോദിക്കുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ട് എക്സാം നമ്മൾ നോക്കിയിരിക്കേണ്ട പോയിന്റുകൾ. ഇത് കാറ്റഗറി 3 സബ്ജക്ട് മലയാളം ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പൊ അത്തരത്തിലെ നമ്മുടെ കാറ്റഗറി 3 സബ്ജക്ട് മലയാളം പരീക്ഷയ്ക്ക് ഉതകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കിയാലോ. കവിതകൾ. ചേര, ചോള, പാണ്ഡ്യ രാജ്യങ്ങൾ ഉൾപ്പെട്ടിരുന്ന പ്രാചീന തമിഴകത്ത് രചിക്കപ്പെട്ട തമിഴിലെ ആദ്യകാല കൃതികളെയാണ് സംഘസാഹിത്യം എന്ന് പൊതുവെ പറയുന്നത്. അപ്പൊ എന്താണ് സംഘകാലം? സംഘകാലം എന്ന് നമ്മൾ പറയുന്നുണ്ട്. എന്താ സംഘകാലം എന്നുള്ളത് അറിഞ്ഞിരിക്കേണ്ടേ വേണം. ചേര, ചോള, പാണ്ഡ്യ രാജ്യങ്ങൾ, 3 രാജ്യങ്ങളെ, ചേരന്മാര്, ചോളന്മാര്, പാണ്ഡ്യന്മാര്, ഈ 3 ഇരുന്ന പ്രാചീന തമിഴകത്ത് രചിക്കപ്പെട്ട തമിഴിലെ തന്നെ ആദ്യകാല കൃതിയാണ് സംഘസാഹിത്യം എന്ന് നമ്മൾ പൊതുവെ പറയുന്നത്. എന്താണ് സംഘം എന്ന് വെച്ചാൽ കവികളുടെ കൂട്ടത്തെയാണ്, കവികളുടെ സമൂഹത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സംഘം എന്ന് വിളിക്കുന്നത്. സംഘം എന്താണ് മക്കളെ? കവികളുടെ കൂട്ടത്തെയാണ് സംഘം എന്ന് വിളിക്കുന്നത്. പ്രാചീന കാലത്ത് 3 സംഘങ്ങളാണ് നിലവിലിരുന്നത്. പ്രാചീന കാലത്ത് എന്താണ്? 3 സംഘങ്ങൾ നിലവിലിരുന്നതായിട്ട് കാണുന്നു. മുദർ ചങ്കം. മുദർ ചങ്കം എന്ന് വെച്ചാൽ എന്താണ്? മുതൽ ചങ്കം, ആദ്യത്തെ ചങ്കമാണ്. ഇടൈ ചങ്കം, ചങ്കം തന്നെയാണ് കേട്ടോ സംഘം. ഇടൈ ചങ്കം, കടൈ ചങ്കം. അപ്പൊ പ്രാചീന കാലഘട്ടത്തിലെ 3 സംഘങ്ങൾ നിലവിലാണ്. മുദർ ചങ്കം, ഇടൈ ചങ്കം, കടൈ ചങ്കം എന്നിവയാണ് ആ 3 സംഘങ്ങൾ. കവികളുടെ കൂട്ടത്തെയാണ് സംഘം എന്ന് വിളിക്കുന്നത്. ആദ്യത്തെ സംഘമായിരുന്നു മുദർ ചങ്കം. തെന്മധുര എന്ന നഗരത്തിലായിരുന്നു അവർ ഉണ്ടായിരുന്നത്. തെന്മധുര എന്ന നഗരം വാണിരുന്ന സംഘമായിരുന്നു മുദർ ചങ്കം. ഇടൈ ചങ്കം എന്നാണ് 2ാം സംഘത്തെ വിളിച്ചിരുന്നത്. ഇടൈ ചങ്കമാണ് 2ാം ചങ്കം. 3ാം സംഘത്തെ കടൈ
മൂന്നാം സംഘമാണ് വലിയ സംഘട്ടോ. അതായത് നമുക്ക് ഇന്ന് സംഘകാലത്തേതാണ് എന്ന് പറഞ്ഞു കിട്ടുന്ന പല സാഹിത്യകൃതികളും പല സംഘസാഹിത്യകൃതികളും മൂന്നാം സംഘത്തിൽ ഉൾപ്പെട്ടതാണ് എന്ന് കരുതുന്നു. 49 പാണ്ഡ്യ രാജാക്കന്മാരാണ് കടൈച്ചംഘത്തിന് സംരക്ഷണം നൽകിയത്. ഈ മൂന്നാം സംഘം പരിശോധിച്ച് അംഗീകരിച്ചവയാണ് സംഘസാഹിത്യം എന്ന പേരിൽ ഇപ്പോൾ അറിയപ്പെടുന്ന 36-ലധികം കൃതികൾ. ഏകദേശം ഒരു കണക്ക് മാത്രമാണ് 36-ലധികം കൃതികൾ. അതായത് ഒരു നാട്, ആ നാട്ടിലെ കവികളുടെ ഒരു കൂട്ടം ഉണ്ടാകും, അവരാണ് സംഘം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ ചിലപ്പോൾ ആ കവികൾ എഴുതുന്ന കൃതികളായിരിക്കാം, അല്ലെങ്കിൽ ആ നാട്ടിലെ ജനങ്ങൾ എഴുതുന്ന കൃതികളായിരിക്കാം, കാവ്യങ്ങളായിരിക്കാം. അത് ഈ സംഘത്തിന്റെ പരിശോധനയ്ക്ക് കൊണ്ടുവരുന്നു. അപ്പൊ സാഹിത്യപരമായിട്ടുള്ള മേന്മകളും കാര്യങ്ങളും ഒക്കെ ആ കാവ്യത്തിനുണ്ടോ എന്ന് നോക്കുന്നു, അംഗീകരിക്കുന്നു. അത്തരത്തിലെ മൂന്നാം സംഘമായിട്ടുള്ള കടൈച്ചംഘം പരിശോധിച്ച് അംഗീകരിച്ചവയാണ് ഇന്നത്തെ സംഘസാഹിത്യം എന്ന പേരിൽ അറിയപ്പെടുന്ന കൃതികളെല്ലാം തന്നെ. AD 100 മുതൽ 350 വരെയുള്ള കാലഘട്ടത്തിലെ ലഭിച്ചിട്ടുള്ള കൃതികളാണ് സംഘസാഹിത്യത്തിലെ പ്രധാന കൃതികൾ എന്ന് ഇന്ന് നമ്മൾ അറിയപ്പെടുന്നത്. അപ്പൊ എന്താണ് സംഘം എന്നുള്ളതും സംഘകാലം, സംഘകാല സാഹിത്യം, അതുമായി ബന്ധപ്പെട്ടുള്ള വസ്തുതകളൊക്കെ നമുക്ക് അറിയാലോ. അകം കൃതികളെ പൊതുവിൽ അകം കവിതകൾ എന്നും പുറം കവിതകൾ എന്നും രണ്ടായി വിഭജിച്ചിരിക്കുന്നു. അപ്പൊ സംഘകാല കൃതികളുടെ വിഭജനം എങ്ങനെയാണ്? അകം കവിതകൾ എന്നും പുറം കവിതകൾ എന്നാണ്. എന്താണ് അകം കവിതകൾ? അകം ഉള്ളാണ്, മനസ്സാണ്, അല്ലെ? അപ്പൊ മനസ്സിൽ നിന്ന് വരുന്ന വികാരങ്ങൾ, പ്രണയം മുതലായ വികാരങ്ങളാണ് അകം കവിതകൾക്ക് എന്താണ് വിഷയമാകുന്നത്. അകം കവിതകൾ പൊതുവെ ആത്മപരങ്ങളും പുറം കവിതകൾ പുറമെ വസ്തുപരങ്ങളുമാണ് എന്ന് സാമാന്യമായിട്ട് പറയും. അകം കവിതകൾ എന്ന് പറഞ്ഞാൽ പ്രായേണ പ്രേമ കവിതകളാണ്, ആത്മപരങ്ങളായിട്ടുള്ള കാര്യങ്ങളാണ്, വൈകാരികമായിട്ടുള്ള കാര്യങ്ങളാണ് അകം കവിതകളിൽ വിഷയമാകുന്നത്. പുറം കവിതകൾ വസ്തുപരങ്ങളാണ്, വീരചരിതങ്ങളാണ്, രാജാവിന്റെ വീരേതിഹാസങ്ങൾ, സേനാനായകന്മാരുടെ വീരാപദാനങ്ങൾ, യുദ്ധം, യുദ്ധതന്ത്രങ്ങൾ, വീരദാനങ്ങൾ തുടങ്ങിയ കാര്യങ്ങളാണ് പുറം കവിതയിൽ പ്രമേയമായിട്ട് വരുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ ഏതു കാലത്തും ഏതു ദേശത്തും ആരെയും ആകർഷിക്കുന്ന സ്ത്രീ പുരുഷ പ്രേമമാണ്, ആത്മപരമാണ്, പ്രേമമാണ് എന്തിന്റെ വിഷയം? അകം കവിതയുടെ വിഷയം. ഓക്കെ അല്ലേ? പ്രത്യേക സ്ഥലങ്ങളല്ല, പ്രകൃതിയുടെ പശ്ചാത്തലങ്ങളാണ് അകം കവിതയ്ക്ക് പശ്ചാത്തലമായിട്ട് വരുന്നത്. പുറം കവിതകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? വസ്തുപരമാണ്, വീരചരിതമാണ്, രാജാവിന്റെ വീര ഇതിഹാസ കഥകളാണ്, അതുപോലെ തന്നെ രാജാവുമായി ബന്ധപ്പെട്ടുള്ള ഭരണ സംവിധാനങ്ങൾ, യുദ്ധങ്ങൾ, സേനാനായകന്റെ വീര ഇതിഹാസങ്ങൾ തുടങ്ങിയവയാണ് എവിടെ വിഷയമായിട്ട് വരുന്നത്? പുറം കവിതകൾക്ക് വിഷയമായി വരുന്നത്. പ്രണയ കവിതകളാണ് എന്ന് നമ്മൾ പറഞ്ഞു, ആത്മപരമാണ് എന്ന് നമ്മൾ പറഞ്ഞു. പുറം കവിത എന്താണ്? വീരചരിതമാണ്, രാജാക്കന്മാരുടെ പ്രതാപൈശ്വര്യങ്ങൾ, വീരേതിഹാസങ്ങൾ, പടനായകന്മാരുടെ, സേനാനായകന്മാരുടെ വീരാപദാനങ്ങൾ, അവരുടെ മൃതി, കവികളുടെ ദാരിദ്ര്യം തുടങ്ങിയ കാര്യങ്ങളാണ് പുറമേയുള്ള വിഷയങ്ങളാണ് എന്തിനെ വിഷയമാകുന്നത്? പുറം കവിതയ്ക്ക് സ്വീകാര്യമായിട്ടുള്ള വിഷയങ്ങളാകുന്നത്. കഥാപാത്രങ്ങളുടെ പേരുകളും സ്ഥലങ്ങളും എല്ലാം എന്തിനെ? പുറം കവിതയിൽ പ്രതിപാദിക്കപ്പെടുന്ന വിഷയങ്ങളാണ്. ജനജീവിതവുമായി ബന്ധപ്പെട്ട എക്സാം ഓറിയന്റഡ് ആയിട്ട് ഏറ്റവും കൂടുതൽ ചോദിച്ചു കാണുന്ന ഒരു കാര്യമാണ് അന്ന് നിലനിന്നിരുന്ന കളവ്, കർപ്പ് തുടങ്ങിയ വിവാഹ സമ്പ്രദായങ്ങൾ. എന്താണ് കളവും കർപ്പവും എന്ന് നോക്കാം. അകം കവിതകളിൽ തമിഴകത്തെ പ്രാചീന ജനതയുടെ പ്രണയ സങ്കല്പവുമായി ബന്ധപ്പെട്ട പ്രതിഫലിക്കുന്നുണ്ട്. അതിലൊന്നാണ് കളവും കർപ്പവും. ഇത് രണ്ടും വിവാഹ സമ്പ്രദായങ്ങളാണ്. എന്താണ് കർപ്പ്? യുവതി യുവാക്കൾ പരസ്പര അനുരാഗത്തിലായാൽ ബന്ധുമിത്രാദികളുടെ സമ്മതത്തോടെ വിവാഹത്തെ എന്ത് വിളിക്കുന്നു? കർപ്പ് എന്ന് വിളിക്കുന്നു. അതായത് നമ്മുടെ അറേഞ്ച്ഡ് മാരേജ് ഉണ്ടല്ലോ, അറേഞ്ച്ഡ് മാരേജിനെയാണ് എന്ത് വിളിക്കുന്നത്? കർപ്പ്. ബന്ധുമിത്രാദികളുടെ സമ്മതത്തോടു കൂടി നടത്തുന്ന വിവാഹമാണ് എന്ത്? കർപ്പ്. ഇനി എന്താണ് കളവ്? ഇപ്പോൾ നമ്മള് പൊളിറ്റിക്കലി കറപ്റ്റഡ് ആയിട്ടുള്ള ഒരു വേർഡാണെങ്കിലും ഒളിച്ചോടി വിവാഹം കഴിക്കാൻ എന്നൊക്കെ പറയില്ലേ? ലവ് മാരേജ്. യെസ്, സമ്മതമില്ലാതെ, ബന്ധുമിത്രാദികളുടെ സമ്മതമില്ലാതെ ഒളിച്ചോടി വിവാഹിതരാകുന്ന ആ ഒരു വിവാഹ സമ്പ്രദായത്തെയാണ് എന്ത് വിളിക്കുന്നത്? കളവ് എന്ന് വിളിക്കുന്നത്. കളവ് എന്ന് വിളിക്കുന്നത്. പ്രധാനപ്പെട്ട വിവാഹ സമ്പ്രദായങ്ങളാണ് കളവും കർപ്പവും. കളവ് എന്ന് വെച്ചാൽ എന്താണ്?
ബന്ധുമിത്രാദികളുടെ സമ്മതമില്ലാതെ പ്രണയിതാക്കൾ ഒളിച്ചോടി വിവാഹം കഴിക്കുന്നതിനെയാണ് കളവ് എന്ന് വിളിക്കുന്നത്. കറുപ്പ് എന്ന് വെച്ചാൽ എന്താണ്? ബന്ധുമിത്രാദികളുടെ ആശീർവാദത്തോടു കൂടി നടത്തുന്ന വിവാഹത്തെയാണ് എന്ത് വിളിക്കുന്നത്? കറുപ്പ് എന്ന് വിളിക്കുന്നത്. കറുപ്പ്. ഇത്തരത്തിലെ സംഘകാല ജനജീവിതവുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇത്തരത്തിലുള്ള ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, അന്ന് അനുഷ്ഠിച്ചു വന്നിരുന്ന ചില പ്രത്യേക സമ്പ്രദായങ്ങളൊക്കെ പഠിക്കാനുണ്ട്. അവയെല്ലാം ചോദ്യങ്ങളിലൂടെ ഇനി നമുക്ക് നോക്കാം. വുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാന കാര്യങ്ങൾ ഇനി നമ്മൾ ചോദ്യങ്ങളിലൂടെയാണ് പഠിക്കുന്നത്. അത്തരത്തിലെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നോക്കാം. സംഘകാലത്ത് ചെവ്വഴിപ്പൻ രാഗം പാടിയിരുന്നത് എപ്പോഴാണ്? സംഘകാലത്ത് ചെവ്വഴിപ്പൻ രാഗം പാടിയിരുന്നത് വൈകുന്നേരം, രാവിലെ, മരണസമയത്ത്, വിവാഹത്തിന്. സംഘകാലത്ത് ചെവ്വഴിപ്പൻ രാഗം. ചെവ്വഴിപ്പൻ രാഗം. അപ്പൊ നമ്മള് തിണസങ്കല്പം എല്ലാവർക്കും അറിയാം. മുല്ലൈ, കുറിഞ്ചി, പാല, മരുതം, നെയ്തൽ എന്നിങ്ങനെ 5 തിണകളാണ് ഉള്ളത്. ഈ 5 തിണകൾക്ക് ഒരുപാട് കരുപ്പൊരുളുകൾ ഉണ്ട് ഇല്ലേ? സ്ഥലം, കാലം, ദൈവം, ആഹാരം, മൃഗം, മരം, പക്ഷി, പറ, തൊഴില്, രാഗം, ആളുകൾ, നായകൻ എന്നിങ്ങനെ ഒരുപാട് കരുപ്പൊരുളിൽ വരുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. അതിലെ പ്രധാന രാഗം എന്നുള്ളത്. അതിൽ തന്നെ ചെവ്വഴി രാഗം പാടിയിരുന്നത് ഏത് വിഭാഗവുമായി ബന്ധപ്പെട്ടിട്ടാണ്? നെയ്തൽ നിവാസികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള നെയ്തൽ തിണയുടെ രാഗമാണ് ഏത്? ചെവ്വഴി എന്നുള്ള രാഗം. അപ്പൊ നെയ്തൽ തിണയുടെ സമയം ഏതാണ്? 6 ഋതുക്കളും മാറി മാറി വരുന്ന കാലമാണ് നെയ്തൽ തിണക്കുള്ളത്. പകലിന്റെ അന്ത്യം അഥവാ വൈകുന്നേര സമയമാണ് അല്ലെ? അപ്പൊ ചെവ്വഴിപ്പൻ രാഗം പാടിയിരുന്നത് എപ്പോഴാണ്? ചെവ്വഴിപ്പൻ രാഗം പാടിയിരുന്നത് വൈകുന്നേരങ്ങളിലാണ്. സംഘകാലത്ത് ചെവ്വഴിപ്പൻ രാഗം പാടിയിരുന്നത് വൈകുന്നേരങ്ങളിലാണ്. അപ്പോൾ പ്രധാനപ്പെട്ട 5 തിണകളും അവയുടെ രാഗവും നമുക്കൊന്ന് നോക്കിയാലോ? മുല്ലൈത്തിണ. മുല്ലൈത്തിണയുടെ രാഗം ചാതരിയാണ്. ചാതരി എന്നുള്ള രാഗമാണ്. കുറിഞ്ചിത്തിണ. കുറിഞ്ചിത്തിണയുടെ രാഗം ഏതാണ്? കുറിഞ്ഞി എന്നുള്ള രാഗമാണ്. കുറിഞ്ഞി രാഗമാണ് കുറിഞ്ചിത്തിണയുടെ രാഗം. പാലൈ. പാലൈ തിണയുടെ രാഗം ഏതാണ്? പാല എന്നുള്ള രാഗമാണ്. പാലൈ തിണയുടെ രാഗം പാല തന്നെയാണ്. മരുതം തിണ. മരുതം തിണയുടെയും രാഗം മരുതം തന്നെയാണ്. നെയ്തൽ തിണയുടെ രാഗം ഏതാണ്? ചെവ്വഴിയാണ്. നെയ്തൽ തിണയുടെ രാഗം ചെവ്വഴിയാണ്. മടലേറൽ എന്നത് എന്താണ്? മധ്യകാല കേരളത്തിലെ നികുതി, പോർച്ചുഗീസുകാരെ തോൽപ്പിച്ച പീരങ്കി, പൊതുവഴിയിൽ നടക്കാനുള്ള സമരം, സംഘകാലത്തെ സത്യാഗ്രഹ രീതി. ഇതിലേതാണ് മടലേറൽ എന്ന് പറയുന്നത്? മടലേറൽ എന്നത് സംഘകാലത്തെ സത്യാഗ്രഹ രീതിയാണ്. വെറും സത്യാഗ്രഹ രീതി അല്ല കേട്ടോ, കുറച്ച് പ്രത്യേകതകളുള്ള ഒരു സത്യാഗ്രഹ രീതിയാണ് മടലേറൽ എന്നുള്ളത്. അപ്പൊ ഇത് എന്ത് സത്യാഗ്രഹ രീതിയാണ്, എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് എന്നീ കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. അത് ഒരു സത്യാഗ്രഹ രീതിയാണ് എന്ന് നമ്മൾ കണ്ടു. എന്തിനു വേണ്ടിയുള്ള സത്യാഗ്രഹ രീതിയാണ്? ഇപ്പോ നമ്മൾ നേരത്തെ കണ്ടു കളവും കർപ്പവും എന്താണ് എന്ന് നമ്മൾ പറഞ്ഞു. ഇത്തരത്തിലെ ഒരു യുവാവ് യുവതിയോട് പ്രണയാഭ്യർത്ഥന നടത്തുകയും യുവതി അത് നിരസിക്കുകയും ചെയ്യുകയാണ്. അത്തരത്തിൽ നിരസിക്കുന്ന സമയത്ത് പ്രസ്തുത യുവതിയുടെ വീടിന് മുൻപിൽ ഒരുപാട് മടലുകൾ കൂട്ടിയിട്ട്, പനമടലുകളോ തെങ്ങിന്റെ മടലോ കൂട്ടിയിട്ട് അതിന്റെ മീതെ കയറിയിരിക്കുന്ന നായകൻ അല്ലെങ്കിൽ കാമുകൻ എന്താണ്? ഒരു പൂമാല അണിഞ്ഞിട്ടുണ്ടാവും, എരുക്കിന്റെ പൂമാല അണിഞ്ഞിട്ടുണ്ടാവും. എന്നിട്ട് അവിടെ മഴയും മഞ്ഞും വെയിലും ഒന്നും വകവെക്കാതെ മരണം വരെ നിരാഹാരം അനുഷ്ഠിക്കുന്ന ചടങ്ങിനെയാണ് മടലേറൽ എന്ന് വിളിക്കുന്നത്. മടലേറൽ എന്ന് വിളിക്കുന്നത്. അപ്പൊ നായികാഗൃഹത്തിന് മുമ്പിലെ ചെയ്യുന്ന സത്യാഗ്രഹ രീതിയാണ് ഏത്? മടലേറൽ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. 4ാമത്തെ ചോദ്യം. സംഘകാലത്ത് ദേവപ്രീതിക്കായി നടത്തിയിരുന്ന ഉത്സവം ഏത്? സംഘകാലത്ത് ഉഴവർ എന്ന വിഭാഗം ദേവപ്രീതിക്കായി നടത്തിയിരുന്ന ഉത്സവം ഏത്? ഇന്ദ്രവിഴ, കുരവൈക്കൂത്ത്, ചിലമ്പുകഴി നോമ്പ്, തീടൽ. ഇതിലേതാണ് സംഘകാലത്ത് ഉഴവർ ദേവപ്രീതിക്കായിട്ട് നടത്തിയിരുന്ന ഉത്സവം? വിഭാഗമാണ് ഇന്ദ്രവിഴ എന്നുള്ള ഉത്സവം ആചരിച്ചിരുന്നത്. ഇന്ദ്രവിഴ ദേവേന്ദ്ര പ്രീതിക്കായിട്ട്, ദേവേന്ദ്രനായിട്ടുള്ള ഇന്ദ്രന്റെ പ്രീതിക്കായിട്ട് നടത്തിയിരുന്ന സംഘകാല ഉത്സവമാണ് ഏത്? ഇന്ദ്രവിഴ. ഇന്ദ്രവിഴ എന്നറിയപ്പെടുന്നത്. ഏത് വിഭാഗമാണ് ഈ ഉത്സവം നടത്തിയിരുന്നത്? ഉഴവർ എന്ന വിഭാഗമാണ് ഈ ഉത്സവം നടത്തിയിരുന്നത്.
ഇന്ദ്രവിഴ മാത്രം നോക്കിയാൽ പോരല്ലോ, മറ്റ് വടക്കേരിക്കൽ എന്താണ്, കുറവൈക്കൂത്ത് എന്താണ്, തീയിടൽ എന്താണ് എന്നീ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കണം. തീയിടൽ എന്ന തീയിലേക്കുള്ള ചാടലാണ്. നമ്മുടെ സതിയുമായി ബന്ധപ്പെട്ടിട്ട് സംഘകാലത്ത് സതി സമ്പ്രദായം നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടല്ലോ. അത്തരത്തിലുള്ള ഒരു ചടങ്ങാണ് തീയിടൽ എന്നുള്ള ചടങ്ങുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ബാക്കിയുള്ളത് നമുക്ക് നോക്കാം. എന്താണ് വടക്കിരിക്കൽ എന്ന് പറയുന്നത്? യുദ്ധത്തിനിടയിൽ രാജാവിന്റെ മുതുകിൽ മുറിവേറ്റാൽ ആ രാജാവ് കയ്യിൽ വാളുമേന്തി വടക്കുദിക്കിലേക്ക് നോക്കി നിരാഹാര വ്രതം അനുഷ്ഠിച്ച് മരണം വരിക്കുന്നതിനെയാണ് വടക്കിരിക്കൽ എന്ന് പറയുന്നത്. വടക്കിരിക്കൽ. അപ്പൊ യുദ്ധത്തിനിടയിൽ രാജാവിന്റെ മുതുകിൽ മുറിവേൽക്കുന്നത് എന്തുകൊണ്ടാണ്? രാജാവ് ഭയന്ന് തിരിഞ്ഞോടുന്ന സമയത്താണ് മുതുകിൽ മുറിവേൽക്കുക. അത്തരത്തിൽ മുതുകിൽ മുറിവേൽക്കുക എന്നുള്ളത് രാജാവിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? അപമാനകരമായിട്ടുള്ള ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ മുതുകിൽ മുറിവേൽക്കുന്ന രാജാക്കന്മാരെ ആ യുദ്ധഭൂമിയിൽ തന്നെ വടക്കോട്ട് നോക്കിയിട്ട്, കയ്യിൽ വാളുമേന്തി വടക്കോട്ട് നോക്കിയിട്ട് എന്താണ്? വ്രതമനുഷ്ഠിക്കും. അതിനെ നമ്മൾ എന്ത് പേരിട്ട് വിളിക്കുന്നു? വടക്കിരിക്കൽ എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ. കുരവൈക്കൂത്ത്. യുദ്ധത്തിൽ രാജാവ് മരണപ്പെട്ടാൽ യുദ്ധം നിർത്തി ചെയ്യുന്ന നൃത്തമാണ് എന്ത്? കുരവൈക്കൂത്ത് എന്നറിയപ്പെടുന്നത്. ഓക്കെ. യുദ്ധത്തിൽ രാജാവ് മരണപ്പെട്ടാൽ യുദ്ധം നിർത്തി നടത്തുന്ന യുദ്ധത്തെ എന്ത് വിളിക്കുന്നു? കുരവൈക്കൂത്ത് എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പൊ യുദ്ധ നൃത്തമാണ്, സംഘകാലത്തെ യുദ്ധ നൃത്തമാണ് കുരവൈക്കൂത്ത് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി യുദ്ധത്തിൽ പങ്കെടുക്കുന്ന നർത്തകികളാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? വിറലികൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. യുദ്ധത്തിൽ പങ്കെടുക്കുന്ന നർത്തകികൾ എന്ത് പേരിലാണ് മക്കളെ അറിയപ്പെടുന്നത്? വിറലികൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. കടക്കുകയാണ്. അഞ്ചാമത്തെ ചോദ്യം. മാസതിക്കല്ലുകൾ എന്ന് സംഘകാലത്ത് അറിയപ്പെട്ടിരുന്നത് എന്ത്? മാസതിക്കല്ലുകൾ. ആ വാക്കിൽ നിന്ന് തന്നെ നമുക്ക് ഉത്തരം കിട്ടുമല്ലോ. സ്വയം സതീത്വം വഹിക്കുന്ന സ്ത്രീകളുടെ ശവകുടീരത്തിൽ നാട്ടിയിരുന്ന കല്ലുകൾ, യുദ്ധത്തിൽ കൊല്ലപ്പെട്ട സ്ത്രീകളുടെ ശവകുടീരത്തിൽ നാട്ടുന്ന കല്ലുകൾ, കന്യകമാരുടെ മരണത്തിന് ശേഷം നാട്ടുന്ന കല്ലുകൾ. ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം? എന്താണ് മാസതിക്കല്ലുകൾ? സ്വയം സതീത്വം വഹിക്കുന്ന സ്ത്രീകളുടെ ശവകുടീരത്തിൽ നാട്ടിയിരുന്ന കല്ലുകളെയാണ് മാസതിക്കല്ലുകൾ എന്ന് അറിയപ്പെടുന്നത്. അത്തരത്തിൽ സതീത്വം വഹിക്കുന്ന സ്ത്രീകൾക്ക് അന്നത്തെ കാലത്ത് ഭയങ്കര ബഹുമാനമാണ് മരണാനന്തരം ലഭിച്ചിരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള സ്ത്രീകളുടെ ശവകുടീരത്തിൽ നാട്ടുന്ന കല്ലുകളാണ് മാസതിക്കല്ലുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. സംഘകാല ജനജീവിതവുമായി ബന്ധപ്പെട്ടിട്ട് എക്സാം ഓറിയന്റഡ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടതും പഠിച്ചിരിക്കേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ നോക്കിയത്. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു. താങ്ക് യു ലേണേഴ്സ്.